എന്താണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്? അതിനെക്കുറിച്ചൊരു ചെറിയ ഒരു വിവരണം സാറിന് തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഹാർട്ട് അറ്റാക്ക് ഇന്ന് തീരെ ജനകീയമായി കഴിഞ്ഞ ഒരു വിഷയമാണെന്ന് പറയാം. എനിക്ക് തോന്നുന്നു സ്കൂൾ കുട്ടികൾക്ക് വരെ ഹാർട്ട് അറ്റാക്ക് എന്നറിയാം, എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്. അത്രമാത്രം ഒരു ഭീതി ഉളവാക്കുന്ന, മരണഭീതി ഉളവാക്കുന്ന ഒരു രോഗാതുരതയായി ഹാർട്ട് അറ്റാക്ക് മാറിക്കഴിഞ്ഞു. പണ്ട് ഈജിപ്തിലെ ഒരു ശിലാഫലകത്തിൽ എഴുതി വെച്ച വാക്കുകൾ ഞാൻ പറയാം. നെഞ്ചിൽ വിലങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന വേദന ശക്തി ആർജിച്ച് ഇരുകരങ്ങളിലേക്കും പടരുന്നതായി പരാതിപ്പെടുന്ന ഒരാളെ കണ്ടുമുട്ടിയാൽ അയാളോട് പറയുക, മരണം ഇത് അടുത്തെത്തിയിരിക്കുന്നു. ഇതേതാണ്ട് ക്രിസ്തുവിന് 3200 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ഒരു ബിഷക്കുര ശ്രേഷ്ഠൻ ഒരു ശിലാഫലകത്തിൽ എഴുതി വെച്ച വാക്കുകളാണെന്ന് ഓർക്കണം. അതായത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയത്തിനേൽക്കുന്ന ആഘാതം അല്ലെങ്കിൽ നെഞ്ചിൽ അകാരണമായി ഉണ്ടാകുന്ന വേദന മരണത്തിലേക്കുള്ള കുറുക്കുവഴിയാകുമെന്ന അറിവ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മുതലേ അറിവായിരുന്നു എന്ന് ആണ് അതിൻ്റെ അർത്ഥം. ഇത് പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. നെഞ്ചിനുള്ളിൽ ഭദ്രമായി മാംസപേശികൾക്കും ഈ അസ്ഥികൾക്കുമുള്ളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഹൃദയമെന്ന ആ ചെറിയ അവയവത്തിനേക്കുന്ന ആഘാതം മൃത്യുവിലേക്കുള്ള വഴി വെട്ടിച്ചുരുക്കുമെന്ന അറിവ് ഇന്ന് എല്ലായിടത്തും ആയിക്കഴിഞ്ഞു. ഹൃദയം ഏതാണ്ട് 250 മുതൽ 350 വരെ ഗ്രാം ഭാരമുള്ള മുഷ്ടിയുടെ വലുപ്പത്തിൽ ഉള്ള ഒരു ചെറിയ അവയവം നമ്മുടെ നെഞ്ചിൻ്റെ ഇടത്ത് ഭാഗത്ത് സ്ഥിതി ചെയ്യുകയാണ്. അതിനെ ആവരണം ചെയ്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മാംസപേശികളും വാരിയെല്ലുകളും ഒക്കെ ഇരിക്കുകയാണ്. അത്ര പ്രധാനപ്പെട്ട, ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണെന്ന് ഓർക്കണം. ഈ 350 ഗ്രാം തൂക്കമുള്ള മാംസപേശികൾ കൊണ്ട് നിർമ്മിതമായ ഈ ഹൃദയത്തിൻ എന്ന പമ്പ് സദാസമയം മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കോച വികാസ പ്രക്രിയ എന്ന് നാം പറയാം. ഏതാണ്ട് ഒരു ദിവസം 1,00,000 പ്രാവശ്യമാണ് ഇത് വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നത്. ഒരു 3 സെക്കൻഡ് ഹൃദയം ഒന്ന് വിശ്രമിക്കുകയാണെങ്കിൽ, ഹൃദയം ഒന്ന് പറയുകയാണ് ഞാനൊരു 3 സെക്കൻഡ് വിശ്രമിക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ അടിപതറി വീഴുകയാണ്. തലത്ത് വാഴ വെട്ടിയിട്ടതുപോലെ അടിപതറി നിങ്ങൾ വീഴുന്നു. അതായത് 3 നിമിഷം പോലും 3 സെക്കൻഡുകൾ പോലും ഹൃദയത്തിൻ്റെ സങ്കോചന ശേഷി പ്രകാരം മസ്തിഷ്കത്തിനും മറ്റവയവങ്ങൾക്കും ഏൽക്കുന്ന രക്തം അവിടെ എത്തിച്ചേരാതിരുന്നാൽ നിങ്ങൾ അടിപതറി വീഴുകയാണ്. 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് ഹൃദയം ഒന്ന് വിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മസ്തിഷ്ക മരണമുണ്ടാകുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹൃദയം ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണെന്നും ആ ഹൃദയം ഒരു ദിവസം 1,00,000 പ്രാവശ്യം മിടിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാണനെ താങ്ങി നിർത്തുന്നു എന്നുമാണ്. ഹൃദയത്തിന് മറ്റ് ശരീരത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള എല്ലാ അവയവങ്ങളിലും, മസ്തിഷ്കം, കണ്ണുകൾ, നിങ്ങളുടെ മുഖം, അസ്ഥികൾ, കൈകൾ, കരൾ, നിങ്ങളുടെ ആമാശയത്തിലെ ദഹനപ്രക്രിയ, കാലുകളുടെ ചലനം, നിങ്ങൾ നടക്കുമ്പോൾ, ഓടുമ്പോൾ, ഇതിനെല്ലാം ഉണ്ടാകുന്ന ഊർജം രക്തത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഊർജവും പ്രാണവായുവും പോഷകാംശങ്ങളും പോഷക ഘടകങ്ങളും പ്രാണവായുവും ഓരോ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നത് ഹൃദയത്തിൻ്റെ അനുസ്യൂതമായ സുഗമമായ പ്രവർത്തനത്തിലൂടെയാണ്. ഹൃദയം സുഗമമായി പ്രവർത്തിക്കണം. രാത്രിയിൽ ഏതാണ്ട് ഉറങ്ങുമ്പോൾ അധികം ജോലിയില്ലാത്തതുകൊണ്ട് ഏതാണ്ട് 40 മുതൽ 50 പ്രാവശ്യം വരെ ഒരു മിനിറ്റിൽ മിടിക്കുന്നു. നിങ്ങൾ ഓടുമ്പോഴോ മാനസികമായോ ശാരീരികമായോ നിങ്ങൾ കൂടുതൽ കാര്യമാത്ര പ്രസക്തമായി നിങ്ങൾ സജീവമാകുമ്പോൾ ഹൃദയം ഏതാണ്ട് 100 അതിൽ കൂടുതലോ മിടിക്കുന്നു. ഇങ്ങനെ മിടിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിന് അനിവാര്യമായ രക്തം ഓരോ മാംസപേശികളിലും എത്തിച്ചേർക്കുന്നത് എന്നോർക്കണം. അപ്പോൾ ഹൃദയത്തിൻ്റെ നിങ്ങൾക്ക് മസ്തിഷ്കം പകുതിയില്ലെങ്കിൽ ഒരു പക്ഷേ ജീവിക്കാം, അല്ലേ? ഡീസെറിബ്രേറ്റഡ് ആൾക്കാരെ നമുക്കറിയാം, ആക്സിഡൻറ്റ്. പക്ഷേ ഹൃദയത്തിനൊഴുക്കുന്ന ആഘാതം ഒരു പരിധിയിൽ കൂടുതലാണെങ്കിലും മരണമാണ് അനന്തരഫലം. ഹൃദയത്തിന് മറ്റ് ശരീരങ്ങളിൽ ഹൃദയം രക്തം എത്തിക്കുന്നത് പോലെ തന്നെ ഹൃദയത്തിൻ്റെ സജീവമായ പ്രവർത്തനത്തിനും രക്തം വേണം. അത് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാധമനി എന്ന അയോട്ട രക്തക്കുഴലിൻ്റെ തുടക്കത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന 2 ധമനികൾ, ചെറിയ ധമനികൾ, അവയെ ഞങ്ങൾ കൊറോണറി ധമനികൾ എന്ന് വിളിക്കുന്നു. അവയിലൂടെ രക്തം സഞ്ചരിച്ച് ഹൃദയപേശികളിലൂടെ വന്ന് ശാഖോപശാഖകളായി അവ വിഘടിച്ച് ഹൃദയപേശികളിലേക്ക് ആഴ്ന്നിറങ്ങി സദാസമയം ഹൃദയകോശങ്ങൾക്ക് രക്തം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഹൃദയ ധമനികൾ അഥവാ കൊറോണറി ധമനികൾ എപ്പോഴും അനുസ്യൂതമായി അതിലൂടെ രക്തം സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. കാലാന്തരത്തിൽ നമ്മൾ ഓരോ തരത്തിലുള്ള ജീവിത ശൈലിയിലെ വികലതകൾ, അപഥ്യമായ അശാസ്ത്രീയമായ ഭക്ഷണം, ആരോഗ്യപൂർണ്ണമല്ലാത്ത മറ്റ് ചെയ്തികൾ, പുകവലി, പ്രമേഹ രോഗം കൃത്യമായി ക്രമീകരിക്കപ്പെടാത്ത പ്രമേഹ രോഗം, ക്രമീകരിക്കപ്പെടാത്ത പ്രഷർ, നിങ്ങളുടെ സ്ട്രെസ്സ്, കൊളസ്ട്രോൾ കൂടുതലായ കൊഴുപ്പ് കൂടുതലായ ഭക്ഷണം, നിങ്ങളുടെ മറ്റ് ഒബീസിറ്റി, വ്യായാമക്കുറവ്, ഇങ്ങനെയുള്ള കാരണങ്ങളെല്ലാം കാലാന്തരത്തിൽ ഈ ഹൃദയധമനികളിൽ ഈ മില്ലിമീറ്റർ ഉൾവ്യാസമുള്ള 2, 3, 4 മില്ലിമീറ്റർ ഉൾവ്യാസമുള്ള ഈ ധമനിയിൽ ബ്ലോക്ക് ഉണ്ടാക്കുകയാണ്. ഈ ബ്ലോക്ക് തുടങ്ങുന്നത് രസകരമായി നാം ഓർക്കണം, ഹാർട്ട് അറ്റാക്കിന് മുമ്പുള്ള 1 or 2 ആഴ്ചകളിലല്ലെന്ന് ഓർക്കണം. പ്രഖ്യാതമായ ക്ലീവലൻ ക്ലിനിക്കിൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗവേഷണ നിരീക്ഷണങ്ങൾ നടക്കുന്ന അമേരിക്കയിലെ ക്ലീവലൻ ക്ലിനിക്കിൽ 7 വയസ്സിനും 19 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ, അതായത് വാഹനാപകടത്തിൽ മരിക്കുന്ന കുട്ടികളുടെ ഹൃദയധമനി ഛേദം ചെയ്ത് നോക്കിയപ്പോൾ 8 വയസ്സുള്ള കുട്ടികളിൽ തന്നെ ഹൃദയധമനിയുടെ ഏറ്റവും ഉൾപ്പാളിയായ ഇൻറ്റീമ കട്ടിപിടിക്കുന്നതായിട്ട് കണ്ടു. അശാസ്ത്രീയമായ കൊഴുപ്പ് ഏറിയ ഭക്ഷണം, കൊക്കക്കോള തുടങ്ങിയ കൂടുതൽ മധുരമേറിയ പാനീയങ്ങൾ, ഇങ്ങനെ അശാസ്ത്രീയമായ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന അമേരിക്കൻ കുട്ടികളെ 7-8 വയസ്സിൽ മുതൽ ഈ ഹൃദയധമനികൾ ചുരുങ്ങുവാനുള്ള തുടക്കം ആയിക്കഴിഞ്ഞു. ഇതിൽ ഏതാണ്ട് 12-14 വയസ്സായപ്പോൾ ഏതാണ്ട് 20% ബ്ലോക്ക് കണ്ടു. 19 വയസ്സുള്ള കുട്ടികളുടെ ഹൃദയധമനികൾ, എല്ലാവരിലുമല്ല, ഇങ്ങനെയുള്ള ഈ രോഗാതുരതയുള്ള, അതായത് ഈ അശാസ്ത്രീയമായ ഭക്ഷണം കഴിക്കുന്ന കുട്ടികളിലാണ് ഞാനീ പറഞ്ഞത്. അങ്ങനെയുള്ളവരിൽ ഏതാണ്ട് 18 വയസ്സായിട്ടുള്ളവരിൽ ഏതാണ്ട് ഒരു 30% ബ്ലോക്ക് കണ്ടു. അതിൻ്റെ മോറൽ ഓഫ് ദ സ്റ്റോറി, നിങ്ങളുടെ ഹാർട്ട് അറ്റാക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഉണ്ടാകുന്ന ഒന്നല്ലെന്നും, കാലാന്തരത്തിൽ വർഷങ്ങളായി നിങ്ങൾ ചെയ്തു കൂട്ടുന്ന അപഥ്യമായ വികലമായ ചര്യയുടെ പരിണിത ഫലമാണെന്നും നാം ഓർക്കണം. അതായത് നമ്മുടെ ഉള്ളിൽ ഓരോ തരത്തിലുള്ള ഈ കൊളസ്ട്രോൾ കൂടുന്നു, കൊഴുപ്പ് കൂടുന്നു, നമ്മുടെ പ്രമേഹം കൃത്യമാകാതിരിക്കുന്നു. ഈ വക കാര്യങ്ങൾ കൊണ്ട് രോഗം, ഹൃദയധമനികളിൽ ബ്ലോക്ക് വന്ന് ഒരു ദിവസം 40 വയസ്സിലോ, പണ്ടൊക്കെ 70 വയസ്സ്, പിന്നീട് 60 വയസ്സ്, 2024 കാര്യം നോക്കുകയാണെങ്കിൽ 22 വയസ്സിലോ 25 വയസ്സിലോ തുടങ്ങുന്നു അകാരണമായൊരു വേദന. ഈ സിംറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഹൃദയത്തിൽ ചെയ്യുന്നതെല്ലാം എന്താണ്? വെറും പാച്ച് വർക്ക്. നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല എന്നോർക്കണം. ദ്രോഗത്തെ ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നോർക്കണം. സമൂലമായി ഹൃദ്രോഗത്തെ ശരീരത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുവാൻ സാധിക്കില്ല എന്നർത്ഥം. പക്ഷെ സാധിക്കുന്നത് എപ്പോൾ? ഈ ജനിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടതായി വരുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ നാം ഹൃദ്രോഗത്തെ അത്ഭുതകരമായി പടിപ്പുറത്ത് നിർത്തുകയാണ്. സലീം യൂസഫ് എന്ന് പറയുന്ന ഒരു മലയാളി ബിഷഗ്വരൻ, പുള്ളിയുടെ ഭാര്യ വീട് എറണാകുളത്താണ്. അദ്ദേഹം കാനഡയിൽ താമസിക്കുകയാണ്. പ്രഖ്യാതനായ ഒരു ബിഷഗ്വരനും ഒരു ശാസ്ത്രജ്ഞനുമാണ്. അദ്ദേഹം 52 രാജ്യങ്ങളിൽ നിന്ന് 27,000 ആൾക്കാരെ ഉൾപ്പെടുത്തി നടത്തിയ വളരെ ബൃഹത്തായ ഒരു പഠനത്തിൽ, ഒരു എപ്പിഡെമിയോളജിക്കൽ പഠനത്തിൽ അത്ഭുതകരമായ വിവരങ്ങളാണ് നാം അറിഞ്ഞത്. 9 ആപത്ഘടകങ്ങൾ: പുകവലി, പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, വർദ്ധിച്ച കൊളസ്ട്രോൾ, അമിത ഭാരം, വ്യായാമക്കുറവ്, സ്ട്രെസ്സ്, മദ്യപാനം തുടങ്ങി 9 ആപത്ഘടകങ്ങളെ കാലോചിതമായി നാം പിടിയിലൊതുക്കുകയാണെങ്കിൽ 85 മുതൽ 90% വരെ, അല്ലെങ്കിൽ 85% വരെ എങ്കിലും നിങ്ങൾ ഹൃദ്രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു നിൽക്കുവാൻ സാധിക്കും. എന്നുവെച്ചാൽ ഈ വക കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് നിങ്ങൾ കാലാന്തരത്തിൽ പരിശോധിച്ച് നോക്കുകയും, ഹൃദയം, ബ്ലഡ്, രക്തം പരിശോധിച്ച് നിങ്ങൾ പ്രമേഹം ഉണ്ടോ എന്ന് നോക്കുക, പ്രഷർ പരിശോധിച്ച് പ്രഷർ ഉണ്ടോ എന്ന് നോക്കുക, ഒബീസിറ്റി ഉണ്ടോ എന്ന് നോക്കുക, വ്യായാമക്കുറവുണ്ടെങ്കിൽ അത് ചെയ്യുക, പുകവലിക്കാതിരിക്കുക. അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയൊക്കെ ഡോക്ടർമാർ പ്രഘോഷിക്കുമ്പോൾ, പ്രവാചകന്മാരെ പോലെ പ്രഘോഷിച്ച് നടക്കുമ്പോൾ അതിൽ നേരെ പുച്ഛിച്ചു തള്ളാതെ അത് കേൾക്കുകയും ഇത് ഞങ്ങളുടെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ടതാണെന്ന് അറിയുകയും അതിനെ
പോസിറ്റീവായി എടുക്കുകയും അതിനെ നിങ്ങൾ പിടിയിലൊതുക്കുകയും ചെയ്യുകയാണെങ്കിൽ 85% വരെ ഹൃദ്രോഗത്തിൻ്റെ പിടിവിട്ട് നിൽക്കാമെന്ന് അസന്നിഗ്ധമായി പ്രൊഫസർ സലീം യൂസഫ് നിങ്ങൾക്ക് മുമ്പിൽ കണക്കുകൾ സഹിതം തെളിവുകൾ നൽകുകയുണ്ടായി. ഇനി നാം അത് സ്വീകരിക്കണം. 15% എന്താണ്? ജനിതകപരമായ പാരമ്പര്യ സഹജമായ പ്രവണതകൾ. അതായത് നിങ്ങളുടെ അച്ഛൻ ഏതാണ്ട് 55 വയസ്സിൽ ആയിട്ടുള്ള 55 വയസ്സിൽ കുറവുള്ളപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഏതാണ്ട് 60 വയസ്സിൽ താഴെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജനിതകപരമായി പാരമ്പര്യ സഹജമായി നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഏറുമെന്നും അങ്ങനെയുള്ളവർ മറ്റ് സാധാരണ അങ്ങനെ ഇല്ലാത്തവരെക്കാൾ 10 മടങ്ങായിട്ട് അല്ലെങ്കിൽ 2 3 ഇരട്ടിയോ ആയിട്ട് ശ്രദ്ധിക്കണമെന്നും ഒക്കെയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇത് പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടവയാണ്. അലോപ്പതിയും മറ്റ് ശാസ്ത്ര വിഭാഗങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും ഇത് പഠനങ്ങളിലൂടെ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ അഗ്നിപരീക്ഷയിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ളത് കൊണ്ടാണ് അലോപ്പതിക്ക് സ്റ്റാൻഡുള്ളതെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ നമുക്കിത് നമുക്ക് മലയാളിയെ പറ്റി തന്നെ പറയാം. മലയാളിക്ക് ഇത് കേൾക്കാൻ ആഗ്രഹമില്ല. കൊഴുപ്പുള്ള ഭക്ഷണം കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആഗ്രഹമില്ല. പുകവലി നിർത്തണമെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആഗ്രഹമില്ല. പിന്നെ ഒരു ദിവസം അകാരണമായി എത്തുന്ന ഹാർട്ട് അറ്റാക്കുമായി തീവ്രപരിചരണ വിഭാഗത്തിൽ എത്തുമ്പോഴാണ് വാവിട്ട് നിലവിളിക്കുന്നത്. ഡോക്ടറുടെ കയ്യെ ചാടി പിടിച്ചുകൊണ്ട് എൻ്റെ ഡോക്ടറെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എനിക്ക് ഒത്തിരി സ്വത്തുണ്ട്, സ്ഥലമുണ്ട്, കാറുണ്ട്, എല്ലാം വിൽക്കാം, പക്ഷേ എനിക്ക് ജീവിക്കണം. അപ്പോഴെടുക്കുന്ന കൊളസ്ട്രോൾ 170 അല്ലെങ്കിൽ 200 നോർമൽ ആണെങ്കിൽ അദ്ദേഹത്തിന് 300 400. അപ്പോഴെടുക്കുന്ന ബ്ലഡ് പ്രഷർ ഏതാണ്ട് 120 130 നോർമൽ ആകണമെങ്കിൽ അദ്ദേഹത്തിന് 200 220. അല്ലെങ്കിൽ പ്രഷർ അതുപോലെ പ്രമേഹത്തിൻ്റെ അളവ് ഏതാണ്ട് 130 140 നോർമൽ ആകണമെങ്കിൽ ഒട്ടും ക്രമീകരിക്കപ്പെടാത്ത 300 400. ഒബേസിറ്റി, വ്യായാമം ചെയ്യാറില്ല, കൊഴുപ്പ്, ഭക്ഷണത്തോട് ഭക്ഷണം, അമിതമായ സ്ട്രെസ്, മലയാളിയുടെ ഒടുങ്ങാത്ത സ്ട്രെസ് എന്നല്ലേ നമ്മൾ പറയുന്നത്. മലയാളികൾക്ക് ഉറങ്ങാൻ നേരമില്ല. ആ ഉറങ്ങുന്ന സമയത്തും 10 പൈസ ഉണ്ടാക്കാനുള്ള സാഹചര്യമാണ്. ഈ ഒരു കാരണത്താൽ ഹാർട്ട് അറ്റാക്ക് തീവ്രപരിചരണ വിഭാഗത്തിൽ നിർനിമേഷനായി കിടക്കുന്ന രോഗി ഡോക്ടറോട് പറയുകയാണ്, എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം ഡോക്ടറെ. വൈകിപ്പോയോ? പിന്നെ ശരീരത്തിൽ ചെയ്യുന്ന എന്തൊക്കെ ചെയ്യുന്നാമോ? ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് ഓപ്പറേഷൻ, ഇതൊക്കെ ചെയ്യും. ഇതൊക്കെ എത്ര നാൾ നീണ്ടു നിൽക്കും? ശരീരം രോഗാതുരമായി കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യർക്കുള്ളൊരു തെറ്റാണ്. എനിക്ക് പണമുണ്ട്, എനിക്ക് ഒത്തിരി പണമുണ്ട്, എനിക്ക് നല്ല മികച്ച ഡോക്ടർമാരുണ്ട്, മികച്ച ആശുപത്രിയുണ്ട്, 5 സ്റ്റാർ ആശുപത്രികൾ, ഞാൻ അങ്ങോട്ട് കയറി ചെന്നാൽ എന്നെ പുഷ്പം പോലെ നന്നാക്കി വിടും. തെറ്റ്. നമ്മുടെ ശരീരത്തിൽ രോഗാതുരമായി കഴിഞ്ഞാൽ ശരീരം അവിടെ ഉണ്ടാക്കുന്ന ഓരോ തരത്തിലുള്ള പാച്ച് വർക്കുകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് ഓപ്പറേഷൻ, ഇതൊക്കെ പാച്ച് വർക്കുകളാണ്. നിങ്ങളുടെ കാലൊടി ഞാൻ ചെയ്യുന്ന പാച്ച് വർക്കല്ലേ. പിന്നെയും നിങ്ങൾ വീഴുകയാണെങ്കിൽ പിന്നെ ഒടിയും. അപ്പോൾ രോഗാതുരമാകുന്ന ഒരു ശരീരത്തിൽ ആ രോഗാതുരത മാറ്റിക്കളയാനുള്ള, അതിനെ ഉന്മൂലനം ചെയ്യാനുള്ള, അതിനെ പിടിയിലൊതുക്കുവാനുള്ള ഒരു ശക്തി നിങ്ങൾക്കുണ്ടാകുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് എഴുതി വെക്കാം, ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ശേഷം 1 വർഷത്തിനകം വീണ്ടും നിങ്ങൾക്ക് നെഞ്ചുവേദന ഉണ്ടാകുന്നു. നിങ്ങൾ അന്ന് വരെ അനുവർത്തിച്ചു പോന്ന നിങ്ങളുടെ ദുശീലങ്ങൾ നിങ്ങൾ മാറ്റണം. പുകവലിക്കരുത്, വ്യായാമം ചെയ്യണം കഠിനമായിട്ട്, കൃത്യമായിട്ട്. ഭക്ഷണ ക്രമീകരണം, മലയാളിയുടെ ആക്രാന്തം പിടിച്ച ഭക്ഷണം. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംസഭക്ഷണം കഴിക്കുന്നത് മലയാളിയാണ്. 2017 തോന്നുന്നു മൃഗസംരക്ഷണ വകുപ്പ് പ്രസിദ്ധീകരിച്ച ഒരു കണക്കുകൾ പ്രകാരം മലയാളികൾ ഒരു ദിവസം 5000 ടൺ ഇറച്ചിയാണ് കഴിക്കുന്നത്. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും അങ്ങനെ കഴിക്കുന്നില്ലെന്ന് ഓർക്കണം. ഇപ്പോൾ അതോടൊപ്പം ഡ്രഗ്സായി, പുകവലിയായി, വ്യായാമമില്ലാത്ത ജീവിതമായി, മുതിർന്നവർ പറയുന്ന കേൾക്കാതെയായി, ഡോക്ടർമാർ പറയുന്ന കേൾക്കാതെയായി. എന്തുകൊണ്ട് നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് വരുന്നതിൽ അത്ഭുതപ്പെടണം? എന്തുകൊണ്ട് ഭയപ്പെടണം? എൻ്റെ ക്യാബിനിൽ വരുന്ന ഓരോരുത്തരോടും ഞാൻ പറയാറുണ്ട്, മിനിഞ്ഞാന്നൊരു രോഗി വന്നു, അച്ഛന് 35 വയസ്സിൽ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു. മസീവ് ഈസ് പ്രോൺ ഫോർ ഹാർട്ട് ഡിസീസ്. ഞാൻ പറയുന്നത് താങ്കൾ മാത്രമല്ല, താങ്കളുടെ സഹോദരങ്ങളെല്ലാം എൻ്റെ അടുത്ത് കൊണ്ടുവരണം ചെക്കപ്പിന്. അദ്ദേഹം അത് കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഒബേസിറ്റി, പുകവലിക്കുന്നു, അദ്ദേഹം മദ്യപിക്കുന്നു, വ്യായാമം ചെയ്യുന്നില്ല. ഈ പണത്തിന് പുറകെ ഉള്ള ഇദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ, വരാതിരിക്കട്ടെ തമ്പുരാനെ, വന്നാൽ എന്തിന് നിങ്ങൾ അത്ഭുതപ്പെടണം? ഇതാണ് നമ്മുടെ സാഹചര്യം.
നമ്മുടെ മുമ്പിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ കഴിവുള്ള ശാസ്ത്രജ്ഞർ അഹോരാത്രം ഗവേഷണ നിരീക്ഷണം ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പറയുന്നുണ്ട് നിങ്ങളോട്, ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾ. നിങ്ങൾ കേൾക്കുക, ചെയ്യുക. എക്സിക്യൂട്ടീവ് ചെക്കപ്പുകൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്ന എത്ര പേരുണ്ട് കേരളത്തിൽ? എക്സിക്യൂട്ടീവ് ചെക്കപ്പുകൾ ചെയ്യണം. നിങ്ങൾ ദൈവം ഒരു 2500-3000 രൂപ നിങ്ങൾ ചിലവാക്കി ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നിങ്ങൾ ആശുപത്രിയിൽ പോവുകയും നിങ്ങളുടെ രക്തം പരിശോധിക്കുകയും BP എടുക്കുക, ഷുഗർ എടുക്കുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, എക്കോ പരിശോധിക്കുക, ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിനെ ക്രമീകരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എത്ര പേര്? ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരളത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സ്ഥാപനം, 30 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തി നടത്തിയ ഒരു പഠനം പ്രഖ്യാതമാണെന്ന് ഓർക്കണം. 30 വയസ്സിൽ എല്ലാ ഹൃദ്രോഗ സംബന്ധമായ പഠനങ്ങളും അതിന് കൂടിയവരാണ്. 40, 50 കാര്യം അവരിലാണ് ഹാർട്ട് അറ്റാക്ക് കൂടുതൽ. എന്തുകൊണ്ട് 30 വയസ്സിന് താഴെയുള്ളവരിൽ ഹാർട്ട് അറ്റാക്ക് കൂടുന്നു? അതിന് കൂടുന്നു. ഹാർട്ട് അറ്റാക്കിന് ശേഷം മരണസംഖ്യയും കൂടുന്നു. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ മാത്രം പോരാ. ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ ബുദ്ധിയുള്ളവരാണെങ്കിൽ രണ്ടാമതൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാതിരിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുവാനും പരിശ്രമിക്കും. അതിന് വിവേകം വേണം. പണം മാത്രം ഉണ്ടായാൽ പോരാ. ഡോക്ടർ പറയുന്ന അനുസരിക്കണം. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അനുസരിക്കണം ഡോക്ടറുടെ മുമ്പിൽ. ഡോക്ടറുമായിട്ട് തർക്കിച്ച് നിന്ന് അങ്ങനെയല്ല ഇങ്ങനെയല്ലേ പാർശ്വഫലങ്ങളുണ്ടല്ലോ അതൊന്നും പറഞ്ഞ് തർക്കിക്കുന്നതിന് പകരം ഒരു കൊച്ചു കുട്ടിയെപ്പോലെ, ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഡോക്ടറെ അനുസരിക്കണം. അങ്ങനെ ചെയ്യണം. ഒരിക്കലും ഒരു ഡോക്ടർ നിങ്ങൾക്ക് അപകടകരമാകുന്ന കാര്യങ്ങൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഡോക്ടർമാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറുപ്പക്കാർക്കിടയിൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് കൂടി വരുന്നൊരു പ്രവണതയുണ്ടല്ലോ, അതിൻ്റെ കാരണം എന്താണ്? തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഇന്ന് കേരളത്തിൽ ഹൃദ്രോഗ വിദഗ്ധർക്കും ഭയമായിരിക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വാസം പറഞ്ഞാൽ 50കളിലോ 60കളിലോ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു 70 വയസ്സുള്ളവരെല്ലാം, 70-75 വയസ്സ് അപ്പോഴേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളവർ എങ്ങനെയാണ് നമുക്കറിയാം. എൻ്റെ അപ്പൻ എല്ലാവരും കൃഷിപ്പണി, നാം ഇറങ്ങി കൃഷിപ്പണിയും ആ കൃഷി സ്ഥലത്തുണ്ടാകുന്ന ഭക്ഷണം, ശുദ്ധ ഭക്ഷണം നാം കഴിക്കും. ഒന്നും പെസ്റ്റിസൈഡ്സ് ഒന്നും കഴിയാത്ത കഴിക്കും. ആരോഗ്യത്തിന് വേണ്ടി നാം അധ്വാനിക്കും. ഇങ്ങനെയുള്ളൊരു ജനത വന്ന് പണം കൂടുതലായി ഇപ്പോൾ ആരുണ്ട് അധ്വാനിച്ച് ഭക്ഷണം? എല്ലാം റിമോട്ട് കൺട്രോൾ സംസ്കാരമായി കഴിഞ്ഞു. വ്യായാമം എന്നൊന്നുമില്ല. ചെറുപ്പക്കാർക്കെല്ലാം ഇപ്പോൾ IT ബിസിനസ്സാണ്. IT എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 12 മണിക്കൂർ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുകയാണ്. ഇത്രയും രോഗാതുരമായ ഒരു ജീവിത ശൈലി ഇല്ലെന്ന് പറയാം. അവരോട് പറയുക എല്ലാ മണിക്കൂറിലേറ്റും നടക്കണം, അത് ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യുമോ? ഇല്ല. 12-14 മണിക്കൂർ കമ്പ്യൂട്ടറിന് മുമ്പ് ഇരിക്കുകയാണ്. അങ്ങനെ ഓരോ തരത്തിലുള്ള രോഗങ്ങളിലേക്ക് പോവുകയാണ്. അവരത് സ്ട്രെസ് ഒഴിവാക്കാൻ പുകവലിക്കുന്നു, സ്ട്രെസ് ഒഴിവാക്കാൻ മദ്യപിക്കുന്നു, ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. ഇന്ന് പലരും ഡ്രഗ്സാണ്. നാം എന്നും പത്രത്തിൽ നോക്കിയാൽ ഒരു പത്രത്തിൻ്റെ പേജിൽ നാം ഒരു അരഭാഗം 50% നാം കാണുന്ന ഇന്ന ഡ്രഗ്സുമായിട്ട് ആൾക്കാരെ പിടിക്കുന്നതായിട്ടാണ്. സ്കൂൾ കുട്ടികൾ വരെ തുടങ്ങുന്നതായിട്ടുള്ള അതിപരിതാപകരമായ സ്ഥിതി നാം കേരളത്തിൽ കാണുകയാണ്. കഷ്ടം. അപ്പോൾ ഇനിയുള്ള ഭാവിയുള്ള നമ്മുടെ ആൾക്കാരുടെ കാര്യം എന്ത്? നമുക്ക് ഹൃദ്രോഗം ഉണ്ടാകുന്നത് നമുക്ക് 70 വയസ്സിൽ ഞാൻ ജനിതകപരമായ പ്രവണതകൾ ഉണ്ടായില്ലെങ്കിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന അതുവരെ ഉള്ള അവരുടെ അധ്വാനവും ശുദ്ധഭക്ഷണവും ദുശീലങ്ങളില്ലാത്ത ജീവിതം കൊണ്ട് അവരങ്ങനെ പോയിരുന്നു. ഇന്ന് അതൊക്കെ നേരത്തെ വരികയാണ്. അന്ന് 70-ന് പകരം ഇന്ന് 20-22 വയസ്സിലാണ് ഹാർട്ട് അറ്റാക്ക്. ഞങ്ങളുടെ ഈ ലൂർദ് ആശുപത്രിയിൽ കഴിഞ്ഞ ആഴ്ച 22 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നു. 22 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നു. ഓരോ ആളുകൾ 30-നും 20-നും ഇടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുന്നു, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റികൾക്ക് വരുന്നു. ഇതൊക്കെ പണ്ട് ഞങ്ങൾക്ക് കേൾക്കാത്ത കാര്യമാണ്. ഇതിനെ തീർച്ചയായിട്ടും ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. നമുക്കൊത്തിരി പണമുണ്ട്. ഇപ്പോൾ കേരളീയർക്ക് ഒത്തിരി പണമുണ്ട്. നമ്മൾ ഒത്തിരി കിട്ടുന്നതെല്ലാം ആഹരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും കൊളസ്ട്രോൾ ലെവൽസ് കൂടുതലാണെന്ന് ഓർക്കണം. ചെറുപ്പക്കാരുടെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 45% കേരളീയർക്കും അമിതമായ കൊളസ്ട്രോൾ ഉണ്ട്. 30-35% ആൾക്കാർക്കും ചെറുപ്പക്കാർ ഉൾപ്പെടെ, പണ്ടൊക്കെ ചെറുപ്പക്കാരിൽ BP ഇല്ലായിരുന്നു, ആദ്യം എല്ലാം മുതിർന്നവരിലായിരുന്നു, അവർക്ക് അമിതമായ ബ്ലഡ് പ്രഷറുണ്ട്, സ്ട്രെസ്സുണ്ട്, ഒടുങ്ങാത്ത സ്ട്രെസ്, ഉറക്കമില്ല. 8 മണിക്കൂർ ഉറങ്ങണമെന്നാണ് ഞങ്ങൾ ഹൃദ്രോഗ വിദഗ്ധർ പറയുന്നു. ആരും ഉറങ്ങും 8 മണിക്കൂർ? 8 മണിക്കൂർ ഉറങ്ങണം. ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് കൊടുത്തിരിക്കുന്നതാണ്. നീ 8 മണിക്കൂർ വിശ്രമിക്കണം. കാര്യം അതൊരു പുനരുത്ഥാന പ്രക്രിയയാണ് ഉറങ്ങുമ്പോൾ നടക്കുന്നത്. ഒരു ദിവസം ബാക്കി സമയത്ത് നടന്ന നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും പുനരുദ്ധരിപ്പിക്കുന്ന
ഒരു പ്രക്രിയയാണ് രാത്രി നടക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ തലച്ചോറ്, ഹൃദയം എല്ലാം വിശ്രമിച്ച് ആ ഒരു ആവശ്യമില്ലാത്ത വസ്തുക്കളെയൊക്കെ വിസർജിച്ച് കളഞ്ഞ് നിങ്ങൾക്ക് പുനരുത്ഥാനം തരുന്ന പ്രക്രിയയാണ് ഉറക്കത്തിൽ നടക്കുന്നത്. ശുദ്ധമായ ഒരു ഉറക്കത്തിൽ എന്ത് ഉണർവോടെയാണ് നാം പിറ്റേ ദിവസം ഏൽക്കുകയും ജോലി ചെയ്യുന്നത്. ഉറങ്ങാൻ സമയമില്ല, അധ്വാനിക്കാൻ അല്ലെങ്കിൽ വ്യായാമം ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, നമുക്ക് നല്ലത് പറയാനോ നല്ലത് കേൾക്കാനോ പറ്റുന്നത്. നമ്മുടെ ജീവിതം വളരെ സ്ട്രെസ്ഫുള്ളാണ്. മലയാളി എപ്പോഴും സ്ട്രെസ്ഫുള്ളാണ്. ഇത് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാർക്ക് പുകവലിക്കുന്നു, ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് ഇപ്പം ഹൃദ്രോഗം കൂടി വരികയാണെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ ആശുപത്രികളിൽ ആൻജിയോപ്ലാസ്റ്റിയോ ആൻജിയോഗ്രാമോ ഒക്കെ ചെയ്യുന്നവരുടെ കാര്യം നോക്കിയാൽ ചെറുപ്പക്കാരാണ് മറ്റു പ്രായമുള്ളവരോടൊപ്പം ചെറുപ്പക്കാരുടെ സംഖ്യ കൂടി വരികയാണെന്ന് ഓർക്കണം. കേരളത്തിൽ ഏതാണ്ട് 160, 170 കാത്ത് ലാബുകളുണ്ടെന്ന് ഓർക്കണം. കാത്ത് ലാബുകൾ 160, 170, 180 വരെ ഇപ്പോൾ ആകുകയാണ്. പണ്ടൊന്നും ഇല്ലായിരുന്നു. ഞാനിവിടെ ജോലിതാശുപത്രി തുടങ്ങുമ്പോൾ തിരുവനന്തപുരം ശ്രീചിത്രയിൽ മാത്രമേ ഒരു കാത്ത് ലാബ് ഉണ്ടായിരുന്നു. നല്ല കാര്യമൊക്കെ. ലോകത്തിലെ ഏത് മികവുള്ള നഗരത്തെയും കിടപിടിക്കാവുന്ന ആരോഗ്യ ചികിത്സാ സംസ്കാരം നമുക്ക് കേരളത്തിലുണ്ടെന്ന് ഓർക്കണം. അത്രമാത്രം നാം ഉയർന്നു കഴിഞ്ഞു. പക്ഷേ ചികിത്സിച്ചാൽ മാത്രം പോരാ രോഗത്തിന്. നമുക്ക് നല്ല 5 സ്റ്റാർ രീതിയിലുള്ള ആശുപത്രികൾ നാം കെട്ടിപ്പടുക്കുന്നു, ഉയരുന്നു, കാത്തിലാബുകൾ കൂടുന്നു, ചികിത്സ കൂടുന്നു, എപ്പോഴും വരാം. പക്ഷെ അതാണോ ചികിത്സ? അതാണോ ചികിത്സ? 3000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ജീവിച്ചിരുന്ന ഹുവാങ്തിങ് നൈച്ചിങ് എന്ന ഭിഷുക്കരൻ പറഞ്ഞ പ്രഖ്യാതമായ ഒരു കാര്യമുണ്ട്. ആരാണ് ഒരു മികച്ച ഡോക്ടർ? ഒരു മികച്ച ഡോക്ടർ രോഗം ഇല്ലാതെ നോക്കുന്നു, രോഗത്തെ പ്രതിരോധിക്കുന്നു. അതാണ് ഒരു മികച്ച ഡോക്ടർ. രണ്ടാംകിട ഡോക്ടർ രോഗം മൂർച്ഛിക്കുന്നതിന് മുമ്പ് ചികിത്സിക്കുന്നു. മൂന്നാംകിട ഡോക്ടർ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നു. ഇതൊരു ഭിഷക്കുര സൃഷ്ടി ഇതാണ് ഹുവാങ്തിങ് നൈച്ചിങ്. പണ്ട് ചൈനീസ് വൈദ്യ സംസ്കാരം അങ്ങേയറ്റം ഉയർന്നിരുന്നതാണ്. ചൈനീസ്, ഈജിപ്ഷ്യൻ, ഗ്രീസ്. അർത്ഥം എന്താണ്? ഇന്ന് എല്ലാ ഡോക്ടർമാർക്കും എന്താണ് താല്പര്യം? ചികിത്സ, ചികിത്സ, ചികിത്സ. ആരെങ്കിലും രോഗപ്രതിരോധം വേണമെന്ന് ഉദ്ഘോഷിക്കാൻ അവർക്ക് താല്പര്യമുണ്ടോ? അതിനുവേണ്ടി അവർ ഇറങ്ങിത്തിരിക്കുന്നുണ്ടോ? കാരണം ആൾക്കാർക്കും അത് കേൾക്കാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണ് കാത്ത് ലാബുകളുടെയും ആശുപത്രികളുടെയും എണ്ണം കേരളത്തിൽ കൂടിയിട്ടും ഹൃദ്രോഗം കുറയാത്തത്? ചികിത്സയ്ക്ക് മാത്രം പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സംസ്കാരം ഇവിടെ വളരുന്നത് കൊണ്ട്. ഹൃദ്രോഗം എന്നുള്ളത് പ്രതിരോധിക്കാൻ പറ്റുമെന്നും, പ്രതിരോധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 85% വരെ ഒരാളെ ഹൃദ്രോഗത്തിൻ്റെ പിടിവിട്ട് നിൽക്കുവാൻ സഹായിക്കാമെന്നും നാം പറയുകയാണെങ്കിൽ നാം അത് വിശ്വസിക്കണം. അതിനുള്ള നമ്മളെ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ആപത് ഘടകങ്ങളെ കാലോചിതമായിട്ട് നാം പിടിയിൽ നിർത്തണം. അതിന് സാധ്യമാണ്. ദേ ആർ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. നോൺ മോഡിഫയബിൾ ഉണ്ട്, ജനിതകപരമായിട്ടുള്ളത്. അത് നമുക്ക് പറ്റില്ല. ഈ മോഡിഫൈഡ് റിസ്ക് ഫാക്ടേഴ്സിനെ കാലോചിതമായി സമയോചിതമായി പിടിയിൽ നിർത്താൻ നാം രോഗികളോട് പറയണം. അവർ ചെയ്യുകയാണെങ്കിൽ പറ്റും, പക്ഷെ ആരും ചെയ്യുന്നില്ല. അപ്പോൾ പ്രതിരോധത്തിന് പ്രാമുഖ്യം കൊടുക്കാത്ത ഒരു ചികിത്സാ സംവിധാനം കേരളത്തിൽ വളർന്നു വരുന്നു. ഒരുപക്ഷെ ആശുപത്രികളുടെ മേധാവികൾക്കും താല്പര്യമില്ലായിരിക്കാം. രോഗം കുറഞ്ഞാൽ ആശുപത്രികൾക്കും വരുമാനം കുറയും. ഞാനിത് പറയുമ്പോൾ പലർക്കും എന്നോട് എതിർപ്പ് വരുമെന്ന് എനിക്കറിയാം, ഡോക്ടർമാർക്ക് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ന വ്യക്തി പ്രതിരോധത്തിന് ഒത്തിരി പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ഡോക്ടറാണ് ഞാൻ ഒത്തിരി പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഞാൻ രോഗികളോട് പറയാറുണ്ട്, ഓരോ പ്രമേഹ ചികിത്സ, പ്രഷർ ചികിത്സ, മറ്റോരോന്നിനും എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഭക്ഷണ രീതി, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ വ്യായാമ നിലവാരം, ഉറക്കം, മറ്റ് ദിനചര്യകൾ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ഞാൻ വ്യക്തമായി പറയാറുണ്ട്. അപ്പോൾ രോഗത്തിന് ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഉയർന്നു വന്നതുകൊണ്ടും അതിനെ തീരെ അത്യാധുനിക സംസ്കൃതമാക്കിക്കൊണ്ട് മാത്രമായില്ല, രോഗം ഇല്ലാതിരിക്കാനുള്ള, ഉണ്ടാവാതിരിക്കാനുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങളും നാം കലോചിതമായി സംവിധാനം ചെയ്യണം. സ്ത്രീകളിൽ പൊതുവേ ഹാർട്ട് അറ്റാക്ക് കുറവാണെന്നുള്ള ഒരു സംസാരം ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ പക്ഷേ സ്ത്രീകളിലും ഹൃദ്രോഗം വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? സ്ത്രീകളിൽ ഇങ്ങനെ ഒരു കുറവ് കാണുന്നതിൻ്റെ കാരണം? തീർച്ചയായിട്ടും നമുക്ക് ഓർക്കണം, നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ പ്രകൃതി സ്ത്രീകൾക്കൊരു പ്രത്യേക സംരക്ഷണ വലയം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സംരക്ഷണ കവചം. അതാണ് കുട്ടികളെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും
വളർത്താനുമുള്ള കഷ്ടപ്പാടുകൾ പരിഗണിച്ച് ദൈവം സ്ത്രീകൾക്ക് ആർത്തവ വിരാമം വരെ, ഋതുവിരാമം വരെ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു രക്ഷാകവചം കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനുശേഷമാണ് അവരിൽ സാധാരണ ഹൃദ്രോഗം കൂടുന്നത്. എന്താണ് രക്ഷാകവചം? സ്ത്രീകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ത്രൈണ ഹോർമോണുകളായ ഈസ്ട്രോജനും മറ്റും HDL, സാന്ദ്രത കൂടിയ HDL കൊളസ്ട്രോളിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ചീത്ത കൊളസ്ട്രോളായ LDLനെ കുറച്ചുകൊണ്ട് സ്ത്രീകളെ ഹൃദ്രോഗം ഉണ്ടാകുന്നതിൽ നിന്ന് പരിരക്ഷിക്കുന്നു. അതുകൊണ്ട് സാധാരണ നിലയിൽ ആർത്തവ വിരാമത്തിന് മുമ്പ് സ്ത്രീകൾക്ക് ഹൃദ്രോഗം ഉണ്ടാകാറില്ല. അതാണ് പ്രകൃതിയുടെ നിയമം. കാരണം അവർക്ക് ഈ കുട്ടികളുടെ പരിപാലനയെ പ്രകീർത്തിച്ചുകൊണ്ട്. പക്ഷേ ആർത്തവ വിരാമത്തിന് ശേഷം ഈ ഒരു രക്ഷാകവചം നഷ്ടപ്പെടുന്നതോടെ, നമ്മുടെ ആർത്തവം നിലയ്ക്കുന്നതോടെ, സ്ത്രൈണ ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറയുന്നതോടെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെയോ അതിലുപരിയായോ ഹൃദ്രോഗം വരുവാനുള്ള സാധ്യതയുണ്ടെന്ന് ഓർക്കണം. 60 വയസ്സുള്ള സ്ത്രീ അല്ലെങ്കിൽ 60 കഴിഞ്ഞിട്ടുള്ളവർക്ക് ഏതാണ്ട് 60% പേർക്കും പ്രഷർ കൂടുതലുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് എപ്പോഴാണ് ഈ ആർത്തവ വിരാമത്തിന് മുമ്പുള്ള ചെറുപ്പക്കാരായ സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം അപൂർവമായി. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ പുകവലിക്കുന്ന പെൺകുട്ടികളുണ്ട്. കോൺട്രാസെപ്റ്റീവ് പിൽസ്, അതായത് ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്ന സ്ത്രീകളുണ്ട്. പ്രമേഹമുള്ളവരുണ്ട്. പ്രഷറുള്ളവർ അപൂർവമായിട്ടുണ്ട്. പിന്നെ ജനിതകപരമായി എന്തെങ്കിലും അനോമാലിസ് കൊറോണറി ധമനികളിൽ ഉണ്ടാകാം അവർക്ക്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം. അത് ഞാൻ 20 വർഷം വിദേശത്ത് പഠിച്ച് ജോലി ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ജർമ്മനിയിലായിരുന്നു. ജർമ്മനിയിലുള്ള പെൺകുട്ടികളൊക്കെ ആ കാലത്തും ഇപ്പം കൂടുതലായിട്ടും പുകവലിക്കാറുണ്ട്. കോൺട്രാസെപ്റ്റീവ് പിൽസ് അവരെടുക്കാറുണ്ട്, ഗർഭനിരോധന ഗുളികകൾ. ആ കൂട്ടരിൽ ഹോർമോണാണ് നാം കഴിക്കുന്ന ആ കൂട്ടരിൽ ഹൃദ്രോഗ സാധ്യത കൂടുതലുണ്ട്. കണ്ടമാനമുണ്ടെന്നല്ല, കൂടുതലുണ്ട്. പിന്നെ പ്രമേഹമുള്ള രോഗികളിൽ നമ്മുടെ നാട്ടിലും ആ ഒരു രക്ഷാകവചം നഷ്ടപ്പെടുന്നതായിട്ട് നാം കാണുന്നു. പ്രമേഹമുള്ള ചെറുപ്പക്കാരിലും ആർത്തവ വിരാമത്തിന് മുമ്പ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. പിന്നെ എന്തെങ്കിലും അനോമലീസ്, ഹൃദയധമനികൾക്കുണ്ടാകുന്ന ജന്മനായുള്ള ഘടനാപരമായ വൈകല്യങ്ങൾ മൂലവും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം. അല്ലെങ്കിൽ ഇവയൊന്നുമില്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു 45-55 ആ പ്രായത്തിൽ വരെ സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാറില്ല. അതിനുശേഷമാണ് അവർക്ക് ഹൃദ്രോഗ സാധ്യത തീവ്രമാകുന്നതും കൂടുന്നതും. കാരണം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള സംസ്കാരം അനുസരിച്ച് ഞാനൊരു സ്ത്രീകളും ഹൃദ്രോഗവും എന്നൊരു പുസ്തകം തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ നാം സ്ത്രീകൾ എപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് മാറുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട വയലാർ രാമവർമ്മ തന്നെ പാടിയിട്ടുണ്ടല്ലോ, വാസ്തവം പറഞ്ഞാൽ കണ്ണീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവന. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് എഴുതിയിട്ടുള്ളൊരു പാട്ടാണ്. ആ സ്ത്രീകളാണ്. നാം എല്ലാം അച്ഛനും മക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാം വിളമ്പി കൊടുത്ത ശേഷം കാലിയാകുന്ന കലത്തിന് മുമ്പിലിരിക്കുന്ന ഭാര്യയാണ് അല്ലെ അമ്മയാണ് നാം കാണുന്നത്, അല്ലേ? അപ്പോൾ എല്ലാവർക്കും കൊടുക്കുകയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളൊരു അമ്മയോ ഭാര്യയോ ആണ് നമ്മുടെ സംസ്കാരത്തിൽ. അങ്ങനെയെല്ലാം അവഗണിച്ച് ഭർത്താവിന് ചെറിയ വേദന വരുമ്പോൾ ആശുപത്രിയിലേക്ക് ഓടും, ഭാര്യയ്ക്ക് വരുമ്പോൾ ഓടുമോ? ഇല്ല. അത് നമ്മുടെ സംസ്കാരമാണത്. ഭാര്യയെല്ലാം അവഗണിക്കുകയാണ്. ഉണ്ടെങ്കിൽ പറയുകയല്ല, ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അത് സൗകര്യപൂർവ്വം അവഗണിക്കപ്പെടുകയാണ്. സൗകര്യപൂർവ്വം അങ്ങനെ ഒരു സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ സ്ത്രീകൾക്ക് സാധാരണ, പ്രത്യേകിച്ച് ഈ ആർത്തവിരാമത്തിന് ശേഷം കഷ്ടതകൾ കൂടുകയാണെന്ന് ഓർക്കണം. ഓരോ തരത്തിലുള്ള രോഗങ്ങൾ കൂടുകയാണ്. അവരുടെ പ്രഷർ കൃത്യമായിട്ട് അളക്കപ്പെടാതെ പോവുകയും ചികിത്സിക്കപ്പെടുന്നില്ല. അവർക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നു, പ്രമേഹം കൃത്യമാകുന്നില്ല, പ്രമേഹത്തിൻ്റെ ചികിത്സ, അങ്ങനെ ഓരോന്നും. അങ്ങനെയാണ് ഈ പ്രായമാകുന്ന സ്ത്രീകൾക്ക് കൂടുതലായി ഹൃദ്രോഗം ഉണ്ടാകുന്നതും. കാരണം അവരിലുള്ള കെയർ ഒട്ടും തന്നെ പുരുഷന്മാരെ പോലെ, പ്രത്യേകിച്ച് പുരുഷാധിക്യത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ അവർക്ക് ലഭിക്കുന്നില്ല എന്നർത്ഥം. അതൊരു പോയിൻ്റാണ്. പക്ഷേ എല്ലായിടത്തും ഇല്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് അങ്ങനെ ഒരു പുരുഷാധിക്യമില്ല. സ്ത്രീകൾക്കും അതുപോലുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് സ്ത്രീകളുടെ ഹൃദ്രോഗം കൂടുന്നതിന് കാരണം. പിന്നെ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന ഓരോ തരത്തിലുള്ള രോഗങ്ങൾ, ഇതേപ്പറ്റി നാം ദീർഘമായി സംസാരിക്കേണ്ടി വരും. ഗർഭാവസ്ഥയിലുണ്ടാകുന്ന രോഗങ്ങൾ, പിന്നെ അതിനു മുമ്പ് പ്രത്യേകിച്ച് ഇപ്പോൾ ആണെങ്കിൽ, പണ്ടൊക്കെ ആണെങ്കിൽ
ഗർഭിണികളായി പ്രസവിക്കുമ്പോഴാണ് ഓരോ തരത്തിലുള്ള രോഗങ്ങളെപ്പറ്റി. ഇപ്പോൾ അതല്ല, ഇപ്പോൾ പ്രീ നാറ്റൽ ചെക്കപ്പുകളുണ്ട്. ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ സ്ത്രീകൾ, പെൺകുട്ടികൾ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാകും. എനിക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഹൃദ്രോഗമുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, പ്രഷറുണ്ടോ, പ്രമേഹമുണ്ടോ, അതൊക്കെ കൃത്യമായിട്ട് പിടിയിൽ ഒതുക്കിക്കൊണ്ട് പോകുന്നൊരു സംസ്കാരമുണ്ട്. പക്ഷേ ഇതെല്ലാവർക്കും ഇല്ലെന്ന് ഓർക്കണം. അപ്പോൾ സ്ത്രീകൾ പൊതുവായി പറയുകയാണെങ്കിൽ അവർക്ക് സംരക്ഷണം കൂടുതലുണ്ട്. ഞാൻ എൻ്റെ ബുക്കിൽ സ്ത്രീകളുടെ ദ്രോഗമെന്നുള്ള ബുക്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ട്വിൻസ്, ഇരട്ടകൾ, ഒരു പെൺകുട്ടി ആൺകുട്ടി ഒരു ട്വിന്നാണെങ്കിൽ പ്രകൃതി നിങ്ങളെ ഉദ്ദേശിക്കുന്ന ആർക്കാണ് പ്രകൃതി കൊടുക്കുന്ന പ്രാമുഖ്യം നിങ്ങൾക്കറിയാവും. ഒരേ തരത്തിലുള്ള ഭക്ഷണം ഒരേ രീതിയിൽ ഒരുപോലെ കൊടുക്കുകയാണെങ്കിൽ ആരാണ് പെട്ടെന്ന് വളർന്നു കയറുന്നറിയാവോ? പെൺകുട്ടിയാണ്. പലർക്കും അറിയില്ലത്. പക്ഷേ പെൺകുട്ടികൾ സൗകര്യപൂർവ്വം ചെറുപ്പത്തിൽ തന്നെ അവഗണിക്കപ്പെടുകയാണ്. നമ്മുടെ കേരളത്തിൽ കുറവാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് സംഭവിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. അവർക്ക് പുരുഷന്മാരാണ് കുടുംബത്തെ നോക്കേണ്ടതെന്നും സ്ത്രീകൾ കെട്ടിച്ചുവിടാനുള്ളതാണെന്നും ഒക്കെയുള്ള ഇതിൽ അവർക്ക് ഭക്ഷണം പോലും കുറയ്ക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ ഒരേ തരത്തിൽ നാം നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളെയാണ് പ്രകൃതി കൂടുതൽ വളർത്തുന്നതും കാര്യങ്ങളൊക്കെ രോഗങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു കാര്യമാണ്. അപ്പോൾ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടി ഇഷ്ടപ്പെട്ട ഒരു ഐശ്വര്യപൂർണമായ ഒരാളാണ്. പക്ഷേ നമ്മുടെ സമൂഹം അത് കൊടുക്കുന്നില്ല.